കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തിയ ദേശീയ പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. സമരഭാഗമായി തൊഴിലാളികൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതലാണ് ദേശീയ പണിമുടക്ക് ആരംഭിച്ചത്. BMS ഒഴികെയുള്ള രാജ്യത്തെ 10 തൊഴിലാളി സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സമരം. തൊഴിലാളികളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന പുതിയ തൊഴിൽ ചട്ടങ്ങൾ റദ്ദാക്കണമെന്നതാണ് തൊഴിലാളി സംഘടനകളുടെ പ്രധാന ആവശ്യം. തൊഴിൽ സാമൂഹിക സുരക്ഷയും മെച്ചപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കണമെന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അവഗണിച്ചതിനെ തുടർന്നാണ് വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ സംയുക്ത സമരസമിതി 24 മണിക്കൂർ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. കാസർഗോഡ് ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമായി. ഓട്ടോ ടാക്സികളും സ്വകാര്യ ബസ്സുകളും KSRTCയും ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊന്നും തന്നെ സർവീസ് നടത്തിയില്ല. ഇതുമൂലം റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നിറങ്ങിയവരും എത്തേണ്ടവരുമായ യാത്രക്കാർ വളരെയധികം വലഞ്ഞു. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമേ നിരത്തിലിറങ്ങിയുള്ളൂ. അതേസമയം പണിമുടക്ക് അറിയാതെയും വകവെക്കാതെയും കടന്നു വന്ന ചരക്ക് ലോറികളെയും ടാങ്കർ ലോറികളെയുമെല്ലാം പുതുമയടക്കമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ സമരാനുകൂലികൾ തടഞ്ഞുവെക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷം മുന്നറിയിപ്പ് നൽകി പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. ദീർഘദൂരം സഞ്ചരിക്കേണ്ടുന്ന ലോറി തൊഴിലാളികളെ തന്നെയാണ് സമരം സാരമായി ബാധിച്ചതും. ആൾ ഇന്ത്യ സ്റ്റേക്ക്, நேஷனல் டிரைவர் எல்லா பெட்ரோல் பம்பும் க்ளோஸு. ஒரு டிரைவர் ஒரு பாத்ரூமுக்கு சாப்பாட்டுக்கு என்ன பண்ணுவாங்க? நேஷனல் டிரைவர் நடு ரோட்டில் நடு ரோட்டில் 2 சைடு வண்டி நிறுத்திட்டு இங்கே நிற்கிது. ஒரு டிரைவருக்கு ஒரு உடம்பே சரியில்லை, ஒரு பாத்ரூம் போகிறது கூட இந்த இடத்துல வழி இல்லை. யார் அலோவ் பண்ணுவாங்க? எப்படி அலோவ் பண்ணுவாங்க? இருக்குது இத்தனை பில்டிங், என்ன பண்ணுவாங்க? டிரைவர் பாத்ரூம் போகிறதுக்கு எந்த பில்டிங்லையாவது அலோவ் பண்ணுவாங்களா? யாரும் அலோவ் பண்ண மாட்டாங்க. அப்போ அந்த டிரைவர் என்ன பண்ணுவாங்க? யூரின் போனால் கூட அடிக்க வந்துடுவாங்க. எப்படி என்ன பண்ணுவாங்க? நைட்டு எத்தனை மணிக்கு விடுவாங்கன்னு தெரியாது. விடுற வரைக்கும் என்ன பண்ண முடியும்? சாப்பாடு என்ன பண்றது? സർക്കാർ ജീവനക്കാരും ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും ഉച്ചഭക്ഷണ തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും ബീഡി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുത്തു. കച്ചവടക്കാർ കൂടി സമരത്തിന്റെ ഭാഗമായി കടകമ്പോളങ്ങൾ അടച്ചിട്ടതിനാൽ പണിമുടക്ക് പൊതുവിൽ ഹർത്താലിന്റെ പ്രതീതി തീർത്തു. സമരഭാഗമായി തൊഴിലാളികൾ വിവിധയിടങ്ങളിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ഉത്തരവിറക്കിയ കേന്ദ്ര സർക്കാർ അടിയറവെക്കാൻ വിടില്ല ഞങ്ങൾ. ഗവൺമെന്റ് ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ നിലകൊള്ളുകയും ഭരിക്കുകയും ചെയ്യുന്നത്. സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങളും കേന്ദ്ര ഗവൺമെന്റ് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ രാജ്യം സാമൂഹ്യ സുരക്ഷയെ മുൻനിർത്തിയിട്ട് രാജ്യത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ഇന്നുപേക്ഷിക്കുക. രാജ്യത്തെ പൊതുവിതരണ ശൃംഖല ലോകത്തേറ്റവും ശക്തമായ പൊതുവിതരണ സംവിധാനമുള്ള രാജ്യമായിരുന്നു. ആ പൊതുവിതരണ സംവിധാനത്തെ ഏറെക്കുറെ പൂർണ്ണമായും താറുമാറാക്കി. പൊതുവിതരണ സംവിധാനത്തെ ആശ്രയിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലക്ക് വാങ്ങി ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് കേരളത്തിലൊഴികെ മറ്റൊരു സംസ്ഥാനത്തും ആ നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം. നമ്മുടെ രാജ്യത്തെ പൊതുമേഖലയെല്ലാം വിറ്റ് തുലക്കാൻ വേണ്ടി പോവുകയാണ്. റെയിൽവേ കച്ചവടത്തിന്റെ മേഖലയിലാണ്, അതുപോലെ തന്നെ നമ്മുടെ PNT കച്ചവടത്തിന്റെ മേഖലയിലാണ്, അതുപോലെ നമ്മുടെ BSNL അതിന്റെ വഴിയിലാണ്, അതുപോലെ നമ്മുടെ ബാങ്കിങ് മേഖല ആ വഴിയിലാണ്. അങ്ങനെ നമ്മുടെ എല്ലാ മേഖലയും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ നമ്മുടെ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് 12 ലക്ഷം കോടി രൂപ ഈ ഓഹരികൾ വിറ്റുകൊണ്ട് ഉണ്ടാക്കണമെന്നാണ്. നമ്മുടെ പൊതുമേഖലകളൊന്നും നിലനിൽക്കാൻ വേണ്ടി പോകുന്നില്ല. ആശുപത്രി, മെഡിക്കൽ സ്റ്റോർ, ആംബുലൻസ്, മാധ്യമ സ്ഥാപനങ്ങൾ, പാൽ വിതരണം അടക്കമുള്ള അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാർക്കും മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹങ്ങൾക്കും ടൂറിസത്തിനും ഇളവുകൾ നൽകി. രാവിലെ സമരാനുകൂലികൾ അല്പം പ്രതിഷേധം കടുപ്പിച്ചുവെങ്കിലും മറ്റ് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ
ജില്ലയിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.